ഇന്ന് ഞാനൊരു ജീര റൈസ് റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വെച്ചു. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ച് നെയ്യെടുത്തു, ഇത്തിരി ഉപ്പിട്ടു, ഇത്തിരി ജീരകം അതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതുണ്ടോ, സ്പ്ലട്ടറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളെ ചോറ്, ഞാൻ ദാവത്ത് അരിയാണ് എടുത്തിട്ടുള്ളത്, ബാസ്മതി അരി പോലെ ഉണ്ടാവും. ഇത് ചില ആൾക്കാർക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് കഴുകിയെടുത്തതേ ഉള്ളൂ, അധികം ഇതാക്കിയില്ല. ഇനി ഞാനത് ഇതിനകത്തേക്ക് എടുത്തിട്ട് കേട്ടോ. ഇത് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി അധികം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെക്കുക, എന്നിട്ടൊന്ന് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്യുക ചെറുതായിട്ട്. റോസ്റ്റ് ഇൻ ദ സെൻസ് ചെറുതായിട്ട് നമുക്കൊന്ന് നെയ്യ് മണം ഫീൽ ചെയ്താൽ മതി. അതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിക്കണം. അടി പിടിച്ച് പോകരുത്, കാരണം എനിക്കെപ്പോഴും പറ്റുന്നൊരു സംഭവമാണിത്. അടിയിൽ പിടിച്ചിട്ടില്ല, ഇറ്റ്സ് ഓൾ ക്ലീൻ, താങ്ക് ഗോഡ്. അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നതാണ് ഈ സംഭവം. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എനിക്ക് ഹീറ്റിൻ്റെ കണക്ക് കുറച്ച് മനസ്സിലാവാണ്ടായി പോകുമ്പം അടിക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പുകമണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫുൾ ടേസ്റ്റ് പോകും. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ. ഇനിയിപ്പം ആർക്കെങ്കിലും ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ലൈക്ക് ചില ആൾക്കാർക്ക് കുറച്ച് ചാട്ട് മസാല ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇടണമെന്നുണ്ടാവുമായിരിക്കും. ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അത് ആഡ് ചെയ്യാം. ബട്ട് ഐ എം ജസ്റ്റ് മേക്കിംഗ് സിമ്പിൾ ജീര റൈസ്. സോ അത് എനിക്ക് അതിൻ്റെ വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. സോ ജസ്റ്റ് ഈ ചോറ് മുങ്ങാൻ മാത്രമുള്ള വെള്ളമാക്കിയിട്ട് കുറച്ച് നമുക്ക് ഇത് കൂട്ടി വെക്കാം, എന്താ പറയുക, ഫ്ലെയിം കൂട്ടി വെക്കാം. ഹിയോ, ആൻഡ് ഇതൊരു അടപ്പെടുത്തിട്ട് അടയ്ക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം എന്താവും എന്നുള്ളത്. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ആവിയൊക്കെ വരണം. ഒന്ന് നമുക്കറിയാമല്ലോ, ഒരു ചോറ് വേവാൻ ഇനി അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, മോസ്റ്റ്ലി ഞാൻ പറയുന്നതൊക്കെ ബിഗിനേഴ്സ് ഉള്ളതാണ്. ബിക്കോസ് ഐ എം ഓൾസോ എ ബിഗിനർ. എനിക്കും അങ്ങനെ പ്രോ കുക്ക് ഒന്നുമല്ല, പഠിച്ച് വരുന്നതുകൊണ്ട് എനിക്ക് ഈ കുക്കിംഗ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഇപ്പം എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്കത് ലാസ്റ്റ് ടൈം എൻ്റെ അച്ഛനമ്മയും ശബരിമലയ്ക്ക് പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇതിന് ഇൻട്രസ്റ്റ് എടുത്തത്. കാരണം ദർ വാസ് നോ ചോയ്സ് ഫസ്റ്റ് തിങ്. ആൻഡ് പുറത്തുനിന്ന് എപ്പോഴും വാങ്ങുക, ഐ ഡു നോട്ട് പ്രിഫർ പുറത്തത്തെ ഭക്ഷണം, ലൈക്ക് എവറി ടൈം, എപ്പോഴെങ്കിലുമൊക്കെ നല്ലത്, എവറി ടൈം ഞാൻ പ്രിഫർ ചെയ്യാത്ത സംഭവമാണ്. ആൻഡ് അങ്ങനെയുള്ള സമയത്ത് പിന്നെ എൻ്റെ അനിയന് ടിഫിൻ കൊടുക്കാനൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, കുക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ എനിക്കെപ്പോഴും സ്ട്രെസ്സുള്ള വരുന്നതാണ് നമ്മളെ മലയാളം. ഒരാൾ ഉറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉറങ്ങുന്നത്. അവൻ്റെ കിടപ്പിൻ്റെ പോസ് കണ്ടാൽ നമുക്ക് തോന്നും ശ്രീകൃഷ്ണനൊക്കെ മറ്റേ ആ ഒരു പാറ പിടിച്ച പോലെ, ഇറ്റ്സ് ജസ്റ്റ് ഹോൾഡിങ് ദ വാൾ. വീട് വീഴാതിരിക്കാൻ വേണ്ടി അവനാണ് തള്ളി പിടിക്കുന്നതെന്ന് എൻ്റെ ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്, ക്യൂട്ട്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇൻട്രസ്റ്റ് എടുത്തു സത്യം പറഞ്ഞാൽ, കാരണം എനിക്ക് ആദ്യം ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഓക്കെ. പിന്നെ അതിനുശേഷം ഭയങ്കര ഈസി ആയി തുടങ്ങി. നമ്മൾ മലയാള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനാണ് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നത്. കാരണം ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്. ഈസി ആയിരുന്നില്ല. നമ്മളെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മലയാള ഭക്ഷണം, അതിൻ്റെ ഓരോ അരപ്പ്, ഇതിൻ്റെ കൂടെയുള്ള ഓരോ വറവ്, അതൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ ഒരു സാധനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ആ കറിയോ അത് എന്താ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൻ്റെ മണം മുഴുവൻ പോവും. പക്ഷേ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോൺ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ അങ്ങനെയല്ല. ഇറ്റ്സ് വെരി ഈസി, ഓണസ്റ്റ്ലി. രണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഐ എം ഷുവർ വേറെ എക്സ്പേർട്സിനൊക്കെ ഷുവറായിട്ട് ഈ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നന്നായിട്ട് സൗത്ത് ഇന്ത്യൻ ഭക്ഷണം, എസ്പെഷ്യലി മലയാള ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ട് അറിയുന്നുണ്ടാവും. എന്താ പറയുക, നമ്മളെ വേറെ ഭക്ഷണങ്ങൾ, നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ എത്ര ഈസിയാണെന്നുള്ളത്. ഭയങ്കര സിമ്പിളാണ്, അതിലൊന്നുമില്ല. കൂട്ടൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് അതിന് വേറെ വേറെ കൂട്ട് അല്ലെങ്കിൽ വേറെ വേറെ എന്താ പറയുക മസാലകൾ അല്ലെങ്കിൽ സെപ്പറേറ്റായിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഓക്കെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈസിയാണ്, അവരൊരു മസാല ഉണ്ടാക്കി വെക്കും, കാന്താൻ ലസൂൺ. സോ നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉണക്കി പൊടിച്ചിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ ഒരു പൊടി ഉണ്ടാക്കി വെക്കും. ആൻഡ് ദെൻ യു യൂസ് ദാറ്റ് പേസ്റ്റ് ഓർ ദാറ്റ് പൊടി ഫോർ എവറിത്തിങ് ദാറ്റ് യു മേക്ക്. അത് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ തിങ്സ് അതിൽ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. മസാല കറിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ എല്ലാ സബ്ജി ഭാജി അല്ലെങ്കിൽ നിങ്ങളെ കറി എന്തിലും ആ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ 50% ഓഫ് യുവർ വർക്ക് ഇസ് ഡൺ. 50 അല്ല, 80% ഓഫ് യുവർ വർക്ക് ഇസ് ഡൺ.
പിന്നെ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് ഏതൊക്കെ വെജിറ്റബിൾസ് ഇടണം എന്ന് ചിന്തിക്കുന്നത്. പിന്നെ അതിന് എന്തെങ്കിലും തടുക്കുക, ദാറ്റ് ഈസ് വറവ് ഇടുന്നത് ഉള്ളത് മാത്രമേ ഉള്ളൊരു ഡിഫറൻസ്. അല്ലാതെ ഡിഫറൻസും വലിയ കാര്യമായിട്ടില്ല. നമ്മളിപ്പോൾ വറവിടുമ്പോൾ ചിലതിൽ അരി ഇടും. ഇപ്പോൾ ഞങ്ങളൊക്കെ ചീരയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചീര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അരി വറവിടും, ഒന്ന് കടിക്കാൻ ടേസ്റ്റുള്ളതുകൊണ്ട് ഒരു കറുമുറു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചിലതിൽ നമ്മൾ ഉഴുന്നുപരിപ്പ് വറവിടും. പക്ഷേ ഇവർക്കൊന്നും അങ്ങനൊരു സംഭവമില്ല. ദേ കെൻ ജസ്റ്റ് എന്താ പറയുക, എല്ലാത്തിനും വറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന മുളക് ഉണ്ടാവും, പിന്നെ കടുക് ഉണ്ടാവും, ദാറ്റ്സ് ഇറ്റ്. പിന്നെ കരുവേപ്പില ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇടാം. പിന്നെ ചില ആൾക്കാർ ജീരകം ഇടും, അത്രേ ഉള്ളൂ. അല്ലാതെ അത് വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ അയ്യോ ഞാനത് എങ്ങനെ മാനേജ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നതെന്ന് അങ്ങനെ നമുക്ക് കൺഫ്യൂസ് ആവാൻ മാത്രം സംഭവമില്ല. ഒരു കുടുകുടു ഒച്ച കേട്ടു. ഇപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെ, കണ്ടോ പുകയൊക്കെ പോകുന്നുണ്ട്. ദിസ് ഇസ് സ്റ്റീം. അപ്പോൾ അതിന് തുറന്ന് നോക്കാം. ഓക്കെ, വേവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ ജീരകമൊക്കെ സൈഡിലേക്ക് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ഞാനത് പ്രിഫർ ചെയ്യുന്ന ആളാണ്, കാരണം എനിക്ക് ഇഷ്ടമല്ല ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ അക്യുമുലേറ്റ് ആവുന്നത്. സോ ഒന്ന് പിന്നെ മെലിഞ്ഞ ചെറിയ ചെറിയ അരിയായതുകൊണ്ട് അരി ചെറുതായെന്നുള്ള മെലിഞ്ഞ അരിയാണ്. അപ്പോൾ അത് ഒരുപാട് കുക്ക് ചെയ്തിട്ട് ഇതാക്കി കഴിഞ്ഞാലും വെന്ത് അടിഞ്ഞ പോലെയായി കഴിഞ്ഞാൽ നമുക്ക് ജീര റൈസ് എന്നൊക്കെ പറയുമ്പോൾ രസം ഉണ്ടാവില്ല. ചോറിടുന്ന പോലെയല്ലോ, കുറച്ചും കൂടെ അതിന് വേവ് കുറവാണ്. സോ നമ്മളിത് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് വെക്കും, സിമ്മാക്കും. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് വേണ്ടോട്ടെ. അതിനുശേഷം നമുക്ക് ഓഫാക്കാം. ഫുൾ വെള്ളം വറ്റുന്ന പോലെ വെയിറ്റ് ചെയ്യേണ്ട, കാരണം അങ്ങനെ ആകുമ്പോൾ മോസ്റ്റ്ലി ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടുക്കി പിടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു കരിഞ്ഞ അല്ലെങ്കിൽ ഫുൾ ഡ്രൈ ആയി കഴിഞ്ഞാലും ഒരു റോനെസ് ഉണ്ടാവും അരിക്ക്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി മോയ്സ്ചറുള്ള സമയത്ത് ഓഫാക്കുന്നതൊക്കെ നല്ലത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റീം കാരണം തന്നെ അത് ഇവാപ്പറേറ്റ് ആയിക്കോളൂ. പിന്നെ അങ്ങനെ ഞാൻ കുക്കിംഗ് താല്പര്യപ്പെട്ടു. പിന്നെ അതിന് ശേഷം ഗ്യാപ്പ് വന്നു. ഐ ഡിഡൻറ്റ് വോണ്ട്, കാരണം അങ്ങനെ ഒരു ഗ്യാപ്പ് വരരുത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയ സ്ഥിതിക്ക് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഈവൻ ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ കുക്കിംഗ്. പക്ഷേ അങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യണം, നന്നായിട്ട് കുക്ക് ചെയ്യണം, പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യണം. ഞാൻ പുതിയ ഐറ്റംസ് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ആ ഒരു ഇൻട്രസ്റ്റ് എൻ്റെ ഒന്നും കൂടെ ലോ ആയി എന്നെനിക്ക് തോന്നുന്നു, കുറച്ച് ഫെയ്ഡായി എന്ന് എനിക്കൊരു ബിലീവ് ഉണ്ട്. എനിക്ക് മനസ്സിലായി അത്. ഞാൻ ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല. എനിക്കൊരു ഗ്യാപ്പ് കിട്ടി അല്ലെങ്കിൽ അമ്മ പറയുകയാണെങ്കിലും ഞാൻ ഇപ്പോഴെങ്കിലും ഇടയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നല്ലാണ്ട് ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ ട്രൈ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. കുറച്ചും കൂടെ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം പഠിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ, ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നമ്മളെ ഇഷ്ടമാണ്. ഹൗ യു വോണ്ട് ടു ഡു ഇറ്റ്. അത് നമ്മളെ താല്പര്യമാണ്. നമുക്ക് കുക്ക് ചെയ്യണോ വേണ്ടേ, എങ്ങനെ കുക്ക് ചെയ്യണം, അല്ലെ എന്താണ് നമുക്ക് താല്പര്യമുള്ളത്, എന്താ ട്രൈ ചെയ്യാനുള്ളത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നത്, വലിയ വലിയ എന്താ പറയുക കട്ട്ലറീസ് അല്ലെങ്കിൽ വേറെ എന്താ പറയുക നമ്മളെ റെസിപ്പീസൊക്കെ പറയുന്നത് കേൾക്കാം. ഇറ്റാലിയനാണ്, ഇത് അഫ്ഗാനിയാണ്, അങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ ഒന്നല്ല പറയുന്നത്. നമ്മൾ നോർമൽ ഇന്ത്യൻ ഭക്ഷണത്തിൽ തന്നെ ഡിഫറെൻറ്റ് റീജിയൻസിൽ ഡിഫറെൻറ്റ് ഭക്ഷണങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. മടി നല്ലോണം ഉണ്ട്. പിന്നെ എന്തോ ഞാൻ വിട്ട് കളയാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ബട്ട് ദെൻ ഐ തിങ്ക് ദിസ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ കൻ ഗെറ്റ് ഇറ്റ് ബാക്ക്. അതുകൊണ്ട് ഞാനൊന്ന് ആഞ്ഞു പിടിച്ചിട്ട് ഞാൻ കുറേ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. കാരണം വെച്ചാൽ ഐ വോണ്ട് ടു ഈറ്റ് ലെസ് വെൻ അച്ഛനമ്മ ഇല്ലാത്ത സമയത്ത് കുറച്ച് കുറവ് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട് എൻ്റെ അടുത്ത്. കാരണം ഐ വോണ്ട് ടു ലൂസ് എ ലിറ്റിൽ വെയിറ്റ്. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം കഴിച്ചു പോകും. കാരണം അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഓഫ് കോഴ്സ് ആൻഡ് ഇരുന്ന് കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്ത അങ്ങനെ ഞാൻ കഴിച്ചു പോകാറുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ, ബ്രെഡ് അങ്ങനെയൊക്കെ കുറച്ച് കഴിക്കുള്ളൂ. ഇൻ ദ സെൻസ് ഇതൊന്നും എന്താ പറയുക ഫാറ്റ് ലൂസ് ചെയ്യാനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവം, പ്രോട്ടീൻസുള്ള സംഭവം ഞാൻ പറയുന്നില്ല. അതിനും ഫൈബറാണ്, കാർബ്സ് അതൊക്കെ ഉണ്ട്. പക്ഷേ ആൻഡ് അഗൈൻ ബ്രെഡ് എന്ന് പറയുമ്പോഴും ഇറ്റ്സ് നോട്ട് എ ഹൈജീൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളെ ഡയറ്റ് ഫുഡല്ല, അല്ലെങ്കിൽ വെയിറ്റ് ലോസിനുള്ള ഒരു പ്രോട്ടീനുള്ള ഫുഡല്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ എന്നുവെച്ചാൽ വിശക്കുകയാണെങ്കിൽ മാത്രം 1-2 സ്ലൈസ് ബ്രെഡ് അങ്ങനെ മാത്രം കഴിക്കുന്നത്. അല്ലാണ്ട് ഞാൻ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നുമില്ല. ഇപ്പം എൻ്റെ അനിയന് കണ്ടോ, ഇത് കണ്ടോ. ഓക്കെ, നൗ ദിസ് ലുക്സ് ബെറ്റർ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാടിയിൽ വെള്ളം ഉണ്ടാവില്ലേ എന്ന് കണ്ടോ, ചെറിയൊരു നനവ്. ഇത്ര മതി. ഒന്ന് ഇതിനെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ കുക്കായി എന്നല്ല, കുറച്ചും കൂടെ ഇതിന് വേവ് വരാനുണ്ട്. തൊട്ട് നോക്കാം. പച്ചപ്പുണ്ട്, ആയിട്ടില്ല. ഇതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബേസിക് കുക്കിംഗ് എല്ലാ ദിവസവും അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഹൗ സ്റ്റുപ്പിഡ് ഷീ ഈസ്. ബട്ട് ദിസ് ഈസ് ഫോർ ഡം ബിഗിനേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡം പീപ്പിൾ ലൈക്ക് മീ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് പീപ്പിൾ ഹൂ ഹാവ് ടു കുക്ക് അല്ലെങ്കിൽ
എന്താ പറയുക, യു സ്റ്റക്ക് ആൻഡ് യു ഹാവ് ടു കുക്ക്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ആണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് വേറെ ആൾക്കാർ കേട്ടിട്ട് വിചാരിക്കേണ്ട ഞാൻ കുക്കിംഗ് പഠിപ്പിക്കാൻ. നോ, നോട്ട് അറ്റ് ഓൾ. ഐ ഹാവ് ലോങ് വേ ടു ഗോ ടു ലേൺ കുക്കിംഗ്. അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റാണ്, നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആളുകൾ തന്നെയാണല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഹീ ആൻഡ് ഹീ കുക്സ് റിയലി അമേസിങ്. നന്നായി കുക്ക് ചെയ്യും, പക്ഷേ ഒരുപാട് സമയം എടുക്കും. അവർക്ക് ഈ ടൈപ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഡിസിപ്ലിൻ വേണം, ആദ്യം ഇത്ര ഷേപ്പിൽ ഉള്ളി മുറിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ പാത്രം ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത്, അളവെടുക്കണം എന്നൊക്കെ. നമ്മളൊക്കെ വീട്ടിൽ അമ്മമാരെ കുക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാണ് അളവുള്ളത്. അല്ലാണ്ട് കപ്പും പിപ്പൊന്നും ഉപയോഗിക്കാറില്ല. ഇത്ര സ്പൂണ്, ഇത്ര ലിറ്ററിന് അത്ര വെള്ളം, ഇത്ര അരി, അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. ദി ജസ്റ്റ് പോർ അത് കറക്റ്റ് അളവായിരിക്കും. അത് പ്രാക്ടീസ് തന്നെയാണ്. പിന്നെ പഠിക്കുന്നതും ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ടല്ലോ. അങ്ങനെ അമ്മമാരൊക്കെ ചെയ്യുമ്പം അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പഠിക്കുന്നത്. ഇത്ര അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആൻഡ് ഐ ഡോണ്ട് റിയലി വോണ്ട് ടു ലേൺ ഇറ്റ് ദാറ്റ് വേ. എന്താ പറയുക, ഇത്ര അളവിന് ഇത്ര എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. ആൻഡ് ഐ ഡു നോട്ട് വോണ്ട് ടു ലേൺ ഇറ്റ് ദാറ്റ് വേ. ആ തിയററ്റിക്കൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. ഐ ഫീൽ ലൈക്ക് ഇത്രയൊക്കെ ഡീറ്റെയിലിംഗ് ആണോ, അപ്പം ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ് എന്നുള്ളത്. അപ്പം ഓൾമോസ്റ്റ് ചോറ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള ജീര റൈസ് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് കുറച്ച് കുറവുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊണ്ടേക്കും എൻ്റെ സ്റ്റീം പോയിട്ടുണ്ടാവുക. ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇൻ ലൈക്ക് അബൌട്ട് 3 to 4 minutes or 5 minutes മാക്സ് അതിൻ്റെ വെള്ളം ഇപ്പം ടോട്ടലി വറ്റും. അപ്പോൾ അതിന് മുന്നേ എനിക്കത് പോയിട്ട് ഓഫാക്കിയിട്ട് ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചോറ് റെഡി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നോക്കാം നമുക്ക്. അത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ എന്താ പറ്റിയത് ഞാൻ പറയാം, നന്നായിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ബൈ.